പ്രമേഹ രോഗവും ഹൃദയാഘാതവും, ഡയബറ്റിസ് ആൻഡ് ഹാർട്ട് അറ്റാക്ക്. എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ? ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള ഏറ്റവും പ്രധാന കാരണം പ്രമേഹ രോഗമാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രമേഹ രോഗം കൂടി വരികയാണ്. കേരള അല്ലെങ്കിൽ ഇന്ത്യയെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം മറ്റ് രാജ്യങ്ങളിലേക്കാളും ഏറ്റവും കൂടുതൽ ശതമാനം പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. എന്ന് മാത്രമല്ല, വളരെ ചെറുപ്പത്തിലേ പ്രമേഹ രോഗം കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഹൃദയാഘാതത്തിൻ്റെ ഫ്രീക്വൻസിയും കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ കൂടുതലായി ഹാർട്ട് അറ്റാക്ക് കാണുന്നത്? കാരണം പ്രമേഹ രോഗം എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ കൂടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഓവറോൾ ശരീരത്തിൻ്റെ മെറ്റബോളിസം ഭയങ്കരമായിട്ട് മാറുകയും ശരീരത്തിലുള്ള കൊളസ്ട്രോൾ, നമുക്കറിയാം കൊളസ്ട്രോൾ കൂടിയിട്ടാണ് കൊഴുപ്പടിഞ്ഞ് ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നതെന്ന്. പക്ഷേ ഡയബറ്റിസ് ഉള്ള രോഗികളിൽ അമിതമായി കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ കൂടെ ഉള്ള കൊളസ്ട്രോൾ കൊഴുപ്പായിട്ട് രക്തക്കുഴലുകളിൽ അടിയാനുള്ള സാധ്യത കൂടുകയും അത് കാരണം തന്നെ അമിതമായിട്ടുള്ള ബ്ലോക്കുകൾ കാണാനുള്ള പ്രവണതയും കൂടുന്നു. പ്രത്യേകിച്ചും ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്. ഇപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നു. ഹാർട്ട് അറ്റാക്കായി വരുന്ന ഈ ചെറുപ്പക്കാരെ നമ്മൾ വർക്കപ്പ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ഡയബറ്റിസും കൂടെ ഉണ്ടെന്നുള്ളതും ഡയബറ്റിസ് കാരണമാണ് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതും. നേരത്തെയൊക്കെ നമ്മൾ ഒരു 40 വയസ്സിന് മുകളിലാണ് ചെക്കപ്പും മറ്റും ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം പ്രമേഹ രോഗം വളരെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങുന്നത് കാരണം 30 വയസ്സിനോ അതിൽ താഴെയോ തന്നെ വർഷത്തിലൊരിക്കൽ ഷുഗറും കൊളസ്ട്രോളും ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്ത് പോകേണ്ടതാണ്. ഡയബറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡയബറ്റിസ് ഒരു സൈലൻറ്റ് കില്ലറാണ്, അഥവാ നമ്മൾ നിശബ്ദ കൊലയാളി എന്നൊക്കെ പറയുന്ന ഒരു രോഗമാണ്. കാരണം ആദ്യ വർഷങ്ങളിൽ, ഷുഗർ വളരെ അമിതമല്ലാത്ത വർഷങ്ങളിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ അനുഭവപ്പെടത്തില്ല. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും ഈ കൊഴുപ്പടിയുകയും ഷുഗർ കൂടി നിൽക്കുകയും ഒരു മൂർധന്യാഗതിയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഓൾറെഡി കോംപ്ലിക്കേഷൻസ് വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായി പ്രമേഹ രോഗികൾക്ക് അല്ലാത്ത പക്ഷം ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കഠിനമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്ന് തന്നെ വരില്ല. കാരണം അനേക വർഷം ഷുഗർ കൂടിയിരുന്നത് കാരണമുള്ള നെർവ് ഡാമേജ് കാരണം ഇവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടില്ല എന്ന് വരാം. അതുകൊണ്ട് നെഞ്ചുവേദനയ്ക്ക് പകരം പലപ്പോഴും അവർക്ക് വളരെ വേഗമായിട്ടുള്ള ചെസ്റ്റ് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അസ്വസ്ഥത, ഗ്യാസ് പോലത്തെ എരിച്ചിൽ, ചിലപ്പം ശ്വാസം മുട്ടൽ മാത്രമായിട്ടും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് നെഞ്ചിൽ അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ അത് ഗൗരവത്തോടു കൂടി എടുക്കുകയും അത് ഹാർട്ട് അറ്റാക്കാണോ അല്ലയോ എന്നുള്ളത് ഒരു ECGയിലൂടെ തിരിച്ചറിയേണ്ടതുമാണ്. പലപ്പോഴും പ്രമേഹ രോഗികൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഗ്യാസ് ആണെന്ന് മറ്റും തള്ളിക്കളയുകയും 2-3 ദിവസം വച്ചിരിക്കുകയും എന്നിട്ട് അവസാനം ബുദ്ധിമുട്ട് കൂടിയിട്ട് ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഓൾറെഡി മേജറായിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. ഓൾറെഡി ഡാമേജ് ആയ ഹാർട്ടിനെ നമുക്ക് പലപ്പോഴും രക്ഷിക്കാൻ കഴിയാതെ വരുന്നു. ഡയബറ്റിസ് ഉള്ള രോഗികളിൽ വളരെ കഠിനമായിട്ടുള്ള ബ്ലോക്കുകളാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ഹാർട്ടിൻ്റെ 3 പ്രധാന കുഴലുകൾ ആസകലം ചുരുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ആൻജിയോഗ്രാമിൽ പലപ്പോഴും മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ കാണുന്നു. എന്ന് മാത്രമല്ല, ഈ അതെറോസ്ക്ലറോസിസ് അഥവാ ഈ കൊഴുപ്പ് അടിയുന്ന പ്രക്രിയയിൽ കൂടുതലായിട്ട് കാൽഷ്യം അടിയാനുള്ള സാധ്യത കൂടുകയും അത്രയും തന്നെ കഠിനമായ ബ്ലോക്കുകളാണ് പലപ്പോഴും നമ്മൾ ഡയബറ്റിക് രോഗികളിൽ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി പോലും ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കുകൾ ആയേക്കാം. ചെയ്യണമെങ്കിൽ തന്നെ ഈ കാൽഷ്യം എല്ലാം ഡ്രില്ല് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് റോട്ടാബ്ലേഷൻ എന്നും പറയുന്ന ചെറിയ മൈക്രോ ഡ്രില്ലുകൾ ഉപയോഗിച്ച് ഈ കുഴലുകളെ കാൽഷ്യത്തിൽ നിന്നും തുരക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ രോഗികൾക്ക് ബൈപ്പാസ് സർജറി വേണ്ടി വരാം. കാരണം എല്ലാ മെയിൻ കുഴലുകളും ബ്ലോക്ക്ഡാണ്. കാൽഷ്യം അടിഞ്ഞിരിക്കുന്നത് കാരണം അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതെ വരികയും ബൈപ്പാസ് സർജറിക്ക് ആവശ്യകതയും വരാറുണ്ട്. പലപ്പോഴും കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ കാരണം ഇത് രണ്ടും തന്നെ ചെയ്യാൻ പറ്റാതെ മരുന്ന് മാത്രം കൊണ്ട് ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. പ്രമേഹ രോഗികളിൽ പ്രകടമായ നെഞ്ചുവേദന പലപ്പോഴും അനുഭവപ്പെടാത്തത് കാരണം തന്നെ പലപ്പോഴും ബ്ലോക്കുള്ളത് നമ്മൾ വളരെ വൈകിയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഷുഗർ ഉള്ളവർ, പ്രത്യേകിച്ചും ഷുഗർ കൺട്രോളിലില്ലാത്തവർ, ഏതാനും 5 വർഷത്തിന് കൂടുതൽ ഷുഗർ ഉള്ളവർ
മറ്റു ടെസ്റ്റുകൾ ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കാറുണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് നമ്മുടെ ട്രെഡ്മിൽ ടെസ്റ്റാണ്. സ്പീഡിൽ നടന്നുകൊണ്ടുള്ള ECG ചെയ്യുമ്പോൾ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ചും നെഞ്ചുവേദന ഇല്ലെങ്കിൽ പോലും ECGയിലുള്ള മാറ്റം വച്ചിട്ട് ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ട് പ്രമേഹം ഉള്ള രോഗികൾക്ക് TMT മുഖേന ബ്ലോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയബറ്റിസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ആദ്യ വർഷങ്ങളിൽ വളരെ ചിട്ടയോടുകൂടെ ഷുഗർ ചെക്ക് ചെയ്ത് ഷുഗർ കൺട്രോളായി പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ 125 ഒക്കുമെങ്കിൽ 110 താഴെയായിരിക്കണം. ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ 140 താഴെയായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് HbA1c എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ്. അത് നമ്മുടെ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജാണ്. ഒരു വർഷം 4 പ്രാവശ്യം കൃത്യമായിട്ട് HbA1c ചെയ്ത് എല്ലാ 3 മാസവും ഉള്ള ഷുഗർ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തണം. HbA1c 7 താഴെയായിരിക്കണം വെൽ കൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ള രോഗികൾ. ഒക്കുമെങ്കിൽ 6.5 താഴെ നിർത്താമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് വർഷാവർഷം ഷുഗർ നോക്കി പോവുകയാണെങ്കിൽ ഇത്രയും കഠിനമായ ബ്ലോക്കുകൾ വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഇതിന് ക്യൂർ കുറവാണ്. വളരെ കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ വന്ന ശേഷം ബുദ്ധിമുട്ടിയിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും ബൈപ്പാസ് സർജറി വേണ്ടി വരുന്നു. പലപ്പോഴും ബ്ലോക്ക് തുറക്കാൻ തന്നെ കഴിയാതെ മരുന്ന് മാത്രം ചികിത്സിക്കേണ്ട ഗതിയും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഡയബറ്റിസും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള കണക്ഷനാണ്. ഹാർട്ട് അറ്റാക്ക് വരാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഡയബറ്റിസ് ആണ്. നമ്മുടെ നാട്ടിൽ ഡയബറ്റിസ് കൂടി കണ്ടുവരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റിസ് വരുന്നു. അത് നേരത്തെ തന്നെ ചികിത്സിച്ച് ഷുഗർ കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ബ്ലോക്കുകളും ഹാർട്ട് അറ്റാക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിസ് രോഗികൾ മരിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം ഹാർട്ട് അറ്റാക്കും ഹൃദ്രോഗവുമാണ്.